കടലിൽ അപകടത്തിൽപ്പെട്ട് കിട്ടിയ ആമകളെ തിരിച്ച് കടലിലേക്ക് അയച്ചു. തൈക്കടപ്പുറം നെയ്തലിന്റെ നേതൃത്വത്തിലാണ് പരിചരിച്ച് സുഖമാക്കിയ ആമകളെ കടലിലേക്ക് തിരിച്ചുവിട്ടത്. പരിക്കേറ്റ് കരയിലെത്തിയതിനു ശേഷം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നെയ്തലിന്റെ പരിചരണത്തിലൂടെ പരിക്കുഭേദമായ കടലാമകളെ കടലിലേക്ക് തിരിച്ചയച്ചു. നെയ്തലിൻ്റെ കൈകളിൽ 2 സ്ഥലങ്ങളിലായിട്ട് മത്സ്യത്തൊഴിലാളികൾ ഏൽപ്പിച്ച പരിക്ക് പറ്റിയ 2 കടലാമകളാണ്. അതിലൊന്ന് ആ വലിയ കടലാമയാണ് നമ്മുടെ കേരളത്തിനടുത്ത് മുട്ടയിടുന്ന ഒലിവർ റിഡ്ലി വിഭാഗത്തിൽപ്പെട്ട കടലാമ. പല പ്രാവശ്യം ഇതുപോലെ മത്സ്യബന്ധനത്തിനിടയിൽ പരിക്ക് പറ്റി നമ്മൾക്ക് ഇത്തരം വലിയ ആമകൾ കിട്ടാറുണ്ട്. അത് നമ്മൾ വെറ്റിനറി ഡോക്ടറുടെ സഹായത്തോട് കൂടിയിട്ട് അതിൻ്റെ മുറിവൊക്കെ പരിക്ക് ഇറക്കിയിട്ട് നമ്മൾ തിരിച്ച് കടലിലേക്ക് വിടാറുണ്ട്. ഇതിൻ്റെ കൂടെയുള്ള ഹോക്സ്ബിൽ എന്ന ചെറിയ ആമ യഥാർത്ഥത്തിൽ അതൊരു കുഞ്ഞാണ്. ഇത് ഒലിവർ റിഡ്ലിയേക്കാൾ വലിപ്പം ഉണ്ടാകുന്ന ആമയാണ്. ഇവ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ തീരത്ത് മുട്ടയിടാറില്ല. ഇത് പരിക്ക് പറ്റിയതിൻ്റെ ഭാഗമായിട്ട് അവസ്ഥയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റാതെ നീന്താൻ പറ്റാതെ ഈ കരയിലേക്ക് എത്തുകയും മത്സ്യത്തൊഴിലാളി നമ്മളെ ഏൽപ്പിക്കുകയും ചെയ്തതാണ്. ഇത് ഹോക്സ്ബിൽ വിഭാഗത്തിൽപ്പെട്ട കടലാമയാണ്. ഇത് ശരിക്കും അണ്ടമാൻ സൈഡിലൊക്കെയാണ് അതിൻ്റെ തീരങ്ങളിലാണ് ഇത് മുട്ടയിടാൻ വേണ്ടിയിട്ട് എത്തുക. ഒരു ഒലിവ് റിഡ്ലി കടലാമയെയും ഒരു ഹോക്സ്ബിൽ കടലാമയെയുമാണ് കടലിലേക്ക് തിരിച്ചുവിട്ടത്. ചടങ്ങിൽ നീലേശ്വരം നഗരസഭാ ചെയർമാൻ PP മുഹമ്മദ് റാഫി, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ, കാസർഗോഡ് DFO ജോസ് മാത്യു, കാസർഗോഡ് ACF B ഉദയസൂര്യൻ, കാഞ്ഞങ്ങാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ R രാഹുൽ, സോഷ്യൽ ഫോറസ്റ്റ് കാഞ്ഞങ്ങാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ KP ജിൽജിത്ത്, ഹോസ്ദുർഗ് AEO K സുരേന്ദ്രൻ, മുൻ ബയോഡൈവേഴ്സിറ്റി ബോർഡ് ജില്ലാ കോർഡിനേറ്റർ PK കൃഷ്ണൻ, നെയ്തൽ പ്രസിഡന്റ് K പ്രവീൺ കുമാർ, നെയ്തൽ സെക്രട്ടറി PV സുധീർ കുമാർ, നീലേശ്വരം ബ്ലോക്ക് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ നാരായൺ നായക് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.